ഹലോ അസ്സലാമു അലൈക്കും. റിഡോൾഫി ദം ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ ഐറ്റം. ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം വീണ്ടും സവോള ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വരട്ടിയെടുക്കുക. നല്ലൊരു ബ്രൗൺ കളറായിന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കഴുകി വെച്ച ചിക്കൻ എടുത്തിടുക. ചിക്കൻ എടുത്തിട്ട് നല്ലതുണ്ട് വഴറ്റുക. വഴറ്റിയെടുത്ത് നല്ല വേവിച്ച് പണ്ടാറടക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ മാറ്റി വെച്ച മസാലകൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടുക. എന്നിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട് നല്ല വഴറ്റി മസാല ആക്കിയതിൻ്റെ ശേഷം അതിൽ കുറച്ച് പൊരിച്ച് വെച്ച സവോള, പിന്നെ അതിൻ്റെ ഇപ്പോൾ മസാല വേണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ്റ്റൻ്റെ ബിരിയാണി മസാലയാണ്. അതും കണ്ടിട്ട് എന്നിട്ട് നാല് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഏതാണ്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ മസാല റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി റൈസാണ്. അതിന് നെയ്യ് ഒഴിക്കുക, വെളുത്തുള്ളി സവോള കുറച്ച് ഇട്ടിട്ട് വഴറ്റുക. അങ്ങനെ ആ റൈസ് നമ്മൾ എടുത്തിട്ടുള്ള കൈമ റൈസാണ്. ബിരിയാണിക്ക് കൈമ റൈസ് ചെറിയ നോർമൽ റൈസ് അതൊന്ന് എടുത്തിട്ട് വരട്ടുക. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒരു ചെറുനാരങ്ങ ഒഴിച്ച് കുറച്ച് മസാല ഇട്ടിട്ട് സ്പെഷ്യൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ റൈസ് റെഡിയായി. ഇതാണ് ഇപ്പോൾ നമ്മളെ റൈസ്. ഇനി ഞാൻ ദമ്മിടലാണ്. ദമ്മിടലിൽ മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ബിരിയാണി റൈസ് കൈമ റൈസ് ഇട്ടിട്ട് നല്ല സെറ്റാക്കി ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേവിക്കാൻ വെക്കലാണ്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം സാധനം ദമ്മ് ആയിട്ട് വെച്ച് ദമ്മൊക്കെ ആയി അടിപൊളിയായിട്ട് ദമ്മ് പൊട്ടിക്കണേ അമ്മ. എന്താ സോഫ്റ്റ്നെസ് ആര് എവിടെയെങ്കിലും കിട്ടുമോ? ഒരു ഹോട്ടലിലും ഈ സാധനം കിട്ടില്ല. കാരണം എന്താ? കാരണമുണ്ട്. അതാണ് ഐറ്റം. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ്.